എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഹാവ് എ ഗുഡ് ഡേ. ഞാൻ ഇന്നലെ ഡയലോഗുകളിൽ അടിച്ചിട്ട് പോയതാണ് ഇന്ന് രണ്ടാമത്തെ ഡേക്ക് വരും എന്നുള്ളത്. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു. പവനായി, ശവമായി എന്നൊക്കെ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പം ഇന്ന് വരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചലഞ്ച് ചെയ്തതാണ് എന്നെ തന്നെ. ഈ ഈ ബിസിനസ് എനിക്ക് മണി മാത്രമല്ല കൊണ്ടെത്തുന്നത്, കോൺഫിഡൻസ്, മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതലൊരു എക്സ്ട്രാ തിങ് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്ത് 90 ഡേയ്സ് ഞാൻ എല്ലാ ദിവസവും 1 to 2 മിനിറ്റ്സ് റീൽസോ ഗോ ലൈവോ ആയിട്ട് വരുന്നുള്ളത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗോ ലൈവിൽ ഞാൻ എന്നെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കുറച്ചൊരു ലോങ് ആയിരിക്കും, പക്ഷെ അത് ഞാൻ ചിലപ്പോൾ പകുതിയാക്കി ഇന്ന് വെച്ച് പകുതിയാക്കി നാളെ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ പേര് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് റിയ, പക്ഷെ ശരിക്കും പേര് ഷജറിയ. ശരിക്കും പറഞ്ഞാൽ ഷജറിയ കൈതാൾ തയ്യൽ. കുറച്ചൊരു ലോങ് ആയിട്ടുള്ള നെയിമാണ്, അതുകൊണ്ടാണ് ഞാനത് ചുരുക്കിയിട്ട് റിയ എന്നാക്കിയത്. ഞാൻ ഷജറിയ തന്നെ പറയുന്നതിന് തന്നെ എല്ലാവരും ഒന്നും കൂടെ ചോദിക്കാറുണ്ട്, പിന്നെ മറന്നും പോവുകയും ചെയ്യും എൻ്റെ ഈ ഫുൾ ടൈം ജോബിൽ തന്നെ. അപ്പോഴാണ് ഞാനത് റിയ എന്നാക്കിയിട്ട് ഇമെയിൽ സിഗ്നേച്ചർ റിയ വെച്ചു. എല്ലാവരും ഇപ്പം എന്നെ റിയ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി. ഫോർ ലെറ്റർ വേർഡ്സ്, 4 ലെറ്റർ പേരല്ല. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയും വരുന്നുണ്ട്. അപ്പം പിന്നെ ഫാസിൽ ഹസ്ബൻഡിൻ്റെ പേരാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡാണ്. 2 മക്കളുണ്ട്. ഇപ്പം 2 പെൺകുട്ടികൾ. മൂത്താളത് കല്യാണം കഴിഞ്ഞ വർഷം. രണ്ടാമത്തെ ആൾ യൂണിവേഴ്സിറ്റി 3rd ഇയർ പഠിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജേർണി പറയാം. ഞാൻ കേരളത്തിൽ നിന്നാണ് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യ, കേരള, കൂത്തുപറമ്പ്, തലശ്ശേരി. കൂത്തുപറമ്പ് പലർക്കും അറിയായിരിക്കും, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ണൂർ കൂത്തുപറമ്പ് എന്നൊക്കെ പറയുന്നേരം രാഷ്ട്രീയമായി പൊളിറ്റിക്സിന് ഭയങ്കര നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല, കുറച്ച് ആൾക്കാർ അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. ചെറുപ്പത്തിൽ അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു. 10th നല്ല റാങ്കൊക്കെ വാങ്ങിച്ചിട്ട് പാസ്സായതാണ്. സ്റ്റേറ്റ് ലെവൽ റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ പ്രീ ഡിഗ്രിയാണ്. ഞാൻ എൻ്റെ ബർത്ത് ഇയർ പറയുന്നില്ല, ജനറേഷൻ പറയാൻ ജെൻ എക്സ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചു ഏത് ഇയറാന്നുള്ളത്. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്ത് +2 അല്ല, പ്രീ ഡിഗ്രി കഴിഞ്ഞു. എഞ്ചിനീയറിങ് ചെയ്തു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തത്. അത്യാവശ്യം നന്നായി പാസ്സായി ഇതായിട്ട്. പിന്നെയാണ് കല്യാണം കഴിഞ്ഞു ഞങ്ങൾ മലേഷ്യയിലേക്ക് വന്നു. ഹസ്ബൻഡ് അവിടെയായിരുന്നു, ഫാസിൽ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മലേഷ്യയിൽ വന്നു, നല്ല സുഖന്തരമായി ജീവിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു മോളുണ്ടായി.